രാവിലെ തന്നെ കുറ്റിയും പറിച്ചത് എങ്ങട്ടാന്നല്ലേ, നമ്മുടെ വീടിന്റെ തന്നെ തൊട്ട് താഴെയുള്ള ആമ്പൽപ്പാടം കാണാൻ വേണ്ടിട്ട് പോയതാട്ടോ. ഞാനും എന്റെ ഫ്രണ്ട്സും ഉണ്ട്. ആ വടിയും കുത്തി പിടിച്ച് പോണ രണ്ടാൾക്കാരെ കുറിച്ചാണ് കേട്ടോ ഞാനിപ്പോ പറഞ്ഞത്. തൊട്ടടുത്ത ആയതുകൊണ്ടായിരിക്കും എനിക്കിതിന് വലിയ വാല്യൂ ഇല്ലാത്ത. അവര് വന്ന് വിളിച്ചപ്പോഴാണ് കേട്ടോ ഞാനും പോയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മുറ്റത്തുമ്പിലേക്ക് മണം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ചേർന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രാവിലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയും കൊണ്ടിട്ട് ഈ പാടത്തൂടെ ഇങ്ങനെ ഈ പൂക്കളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്തു, കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഏകദേശം 9 മണി ആ സമയമായിരിക്കണം കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത്. ഒരു 10 മണിന്റെ മുന്നായിട്ട് ഇത് കാണാൻ പോകാൻ താല്പര്യമുള്ള ആൾക്കാരെ 10 മണിന്റെ മുന്നായിട്ട് എന്തായാലും പോവാൻ നോക്കാട്ടോ. കാരണം വെയിലായി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ പൂക്കളൊക്കെ വാടിയെല്ലാം ഇങ്ങനെ കൂടി പോകും. ഞങ്ങൾ വന്ന സമയത്ത് മഴ ആയിരുന്നുണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ മാറി. പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അവിടെ പല ആൾക്കാരുടെ തോണികൾ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പ്രദേശവാസികളുടെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ തോണിയിലൊക്കെ കയറിയിരുന്ന് തോണി തുഴഞ്ഞു പോയി കാണാൻ മാത്രമുള്ള വെള്ളമൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തോണിയിലിരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇന്നത്തെ പരിപാടിയുടെ ഏകദേശം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. 10 മണിയാകുമ്പോഴത്തേക്ക് ഡ്യൂട്ടിക്ക് കയറാനുണ്ട്. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ. ഈ ഒരു സ്ഥലം അത്രയും ബ്യൂട്ടിഫുൾ. അല്ലെങ്കിലും ഇത് ഇത്തിരി സ്പെഷ്യൽ ആയതുകൊണ്ടാണല്ലോ വർഷത്തിലൊരു പ്രത്യേക ടൈമിൽ മാത്രം ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത്. പക്ഷെ ഇത് ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാനിതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ഇത് എന്റെ വീടിന്റെ അടുത്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ വീട് എവിടെയാണെന്ന് അറിയണ്ടേ? മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടിയിലാണ് കേട്ടോ. ബാക്കി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഞാനിപ്പോ എവിടെ ഉള്ളതെന്നല്ല, എന്റെ സ്വന്തം നാടായിട്ടുള്ള തിരൂരങ്ങാടി ചെറുമുക്കിലാണ് കേട്ടോ. ചെറുമുക്കിലെ ആമ്പൽപ്പാടത്താണ്. അപ്പൊ ഈ ഒരു അടിപൊളി കാഴ്ച കാണണമെന്നുള്ളവര് എന്തായാലും വേഗം തന്നെ വന്നോളൂ. രാവിലെ ഒരു 8 മണിന്റെ 9 മണിന്റെ മുന്നായിട്ട് എന്തായാലും എത്താൻ നോക്കാം. കാരണം വെയിലായാലും പൂവൊക്കെ വാടിപ്പോവും. അപ്പൊ തരാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ തന്നു. അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തായാലും മിസ്സാക്കാണ്ട് വന്ന് കണ്ടിട്ട് പോയിക്കോളി കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, പണ്ട് മുതലേ കേൾക്കുന്ന കാര്യമല്ലേ. അപ്പൊ ടാറ്റ, ബൈ ബൈ.